തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലുമൊക്കെ ഒരു ട്രഡീഷണൽ വിഭവമായ റാഗി ബോൾസ് ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഷുഗർ പേഷ്യൻസിനൊക്കെ സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ചോറ് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ അല്ലേ? റാഗി ബോൾസ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ആദിവാസി ഊരുകളിലും ഇതേ വിഭവം തയ്യാറാക്കുന്നുണ്ട്. ചോറ് ചേർത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ചോറ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജീരകശാല അരിക്ക് പകരം പൊന്നി അരിയോ അല്ലെങ്കിൽ സോന മസൂരി റൈസോ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കപ്പിന് 1/4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 കപ്പ് വെള്ളമാണ് വെക്കുന്നത്. അരി വേവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല കേട്ടോ, റാഗി ബോൾസ് തയ്യാറാക്കുന്നതിന് വേണ്ടി മൊത്തം 4 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നോട്ടെ. ചോറാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം മതിയാകും. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുത്തൊന്ന് വെന്ത് വരണം. നമുക്കൊരു 15 മിനിറ്റ് ചെറുതീയിലിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ സമയം മതിയാകും അരി വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റാഗി പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമല്ല, ഇത് നമ്മുടെ നാട്ടിലെ ചില ആദിവാസി ഊരുകളിലും ഈ റാഗി ബോൾസ് തയ്യാറാക്കാറുണ്ട്. ചോറ് ചേർക്കാതെ റാഗിപ്പൊടി മാത്രമായിട്ട് നമുക്ക് ഈ റാഗി ബോൾസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. റാഗി പൊടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ ചെറുതീയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം 7 മിനിറ്റ് 8 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റാഗി പൗഡർ കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിക്സർ തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതൊന്ന് അടച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ വേവിക്കുന്നുണ്ട്. ചെറുതീയിൽ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയോടെ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി റെഡിയായി കഴിഞ്ഞു. നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ചൂടോടെ തന്നെ ഇതിൻ്റെ ബോൾസ് തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് നെയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് തീയിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതുപോലൊരു പ്ലേറ്റ് എടുക്കാം. സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരല്പം നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാവ് എടുക്കാം. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ചൂടോടെ തന്നെ റാഗി ബോൾസ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരല്പം നെയ്യോ അല്ലെങ്കിൽ വെള്ളമോ തണുത്ത വെള്ളമോ കയ്യിൽ തൂത്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ബോൾസ് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം. അതായത് സാമ്പാറായാലും ഏതെങ്കിലും പരിപ്പ് കറിയോ സാമ്പാറോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയോ എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അരി ചേർക്കാത്ത റാഗി പൗഡർ മാത്രം ചേർത്തിട്ട് റാഗി ബോൾസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ